ഹരിയാനയിലേക്ക് വരുമ്പോൾ കളി മാറുന്നു. അവിടെ ഹരിയാനയിൽ ഇപ്പോഴും ഇവിടെ 49 എന്ന നിലയിൽ BJP അങ്ങനെ നിൽക്കുന്നു. അവിടെ കോൺഗ്രസ് 35ആണ്, JJP ഒന്നുമില്ല, INLD ഒന്നുമില്ല, മറ്റുള്ളവർ 5 സീറ്റുകൾ, അല്ല INLD 1, മറ്റുള്ളവർ 5 സീറ്റുകൾ. ഇവിടെ ഹരിയാനയിൽ നിന്ന് ഉയരുന്ന പ്രശ്നം അവിടെ കോൺഗ്രസ് അടക്കം പറയുന്നത് അവിടെ ഈ പറയുന്ന അപ്ഡേഷൻ വളരെ പതിയാണ്, എണ്ണൽ വളരെ പതിയാണ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിലൊരു പൊളിറ്റിക്കൽ ഫൗൾ നടക്കുന്നു? ജയറാം രമേശ്, അതെന്തെങ്കിലും കഥയുണ്ടോ, അതോ തോൽക്കുന്ന അല്ലെങ്കിൽ ജയിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന് തോക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പറയുന്നതാണോ അക്കാര്യം എന്ന കാര്യം അല്പസമയത്തിന് വ്യക്തമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ നിന്ന് വരുന്ന കണക്കുകൾ വളരെ പതിയാണ്. അവരുടെ ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവുന്ന കണക്കുകൾ, എണ്ണപ്പെടുന്ന റൗണ്ടുകളിൽ പുറത്തു വന്ന കണക്കുകളൊക്കെ വളരെ പതിയെ മാത്രമേ അതിലേക്ക് എൻട്രി ചെയ്യപ്പെടുന്നുള്ളൂ. അത് സ്വാഭാവികമായും ചില തിരഞ്ഞെടുപ്പിൽ അങ്ങനെ സംഭവിക്കാറും ഉള്ളതാണ്. ഭിവാനി CPMൽ പരാജയപ്പെടുന്നു, ഇൽത്തിജാ മുഫ്തി പരാജയപ്പെടുന്നു. അതേസമയം തന്നെ അവിടെ കുൽഗാമിൽ മുഹമ്മദ് യൂസഫ് തരിഗാമി അവിടുത്തെ 4 റൗണ്ടുകൾ, അവിടെ മൊത്തം 19 റൗണ്ടുണ്ട്, അതിൽ 4 റൗണ്ട് ഉണ്ട് കഴിയുമ്പോഴേക്കും 19,000 ചില്ലുവാനം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നു. കുറേ അധികം സീറ്റുകളിൽ വ്യത്യാസം ഈ 10,000-നും 5,000-നും 3,000-നും 1,000-നും ഒക്കെ ഇടയിലാണ്. 49 BJP, 35 കോൺഗ്രസ്, JJP 0, INLD 1. വളരെ തിരക്കിട്ട ചർച്ചകൾ AICC ആസ്ഥാനം നടക്കുന്നു, തിരക്കിട്ട ചർച്ചകൾ BJP ഓഫീസിൽ നടക്കുന്നു. അല്പസമയത്തിന് വൈകിട്ട് BJP ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കുന്നു, JP ജനറൽ സെക്രട്ടറിമാരുടെ യോഗം വിളിക്കുന്നു. ജമ്മു കാശ്മീരിലും ഇതുമായി ബന്ധപ്പെട്ട ചില യോഗങ്ങൾ നടക്കുകയാണ്. എന്തായാലും അവിടെ ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായി എന്ന് നമുക്ക് പറയാം. പക്ഷേ ഹരിയാനയിൽ എണ്ണിത്തീരാനുള്ള റൗണ്ടുകൾ നോക്കിയാൽ ഇനിയും റിസൾട്ട് പുറത്തേക്ക് വരാനുണ്ട്. നയാബ് സിംഗ് സൈനിയുടെ വീട്ടിൽ BJP പ്രവർത്തകരുടെ ആഘോഷം എന്ന വിവരമാണ് ഹരിയാനയിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. നേരത്തെ കോൺഗ്രസിന്റെ ആസ്ഥാനത്ത്, AICC ആസ്ഥാനത്തൊക്കെ വലിയ ആഘോഷം രാവിലെ 6 മണി തൊട്ട് തുടങ്ങിയതാണ്. ആ പ്രവർത്തകരൊക്കെ ഇപ്പോൾ പിരിഞ്ഞു പോയിരിക്കുന്നു, അവിടെ ആഘോഷമില്ല. BJP ആസ്ഥാനത്തുനിന്ന് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ വരുന്നില്ല. JP നദ്ദ ഉച്ചയ്ക്ക് ശേഷം ജനറൽ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് ഡേ റിസൾട്ട് വരുമ്പോൾ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാൻ BJP ആസ്ഥാനത്തേക്ക് എത്താറുണ്ട്. ഇന്ന് അദ്ദേഹം എത്തുമോ എന്നറിയില്ല. ഇത് ഹരിയാനയിലെ BJP ആസ്ഥാനത്തെ ദൃശ്യങ്ങളാണ്. അവിടെ പ്രവർത്തകരുടെ ആഘോഷമുണ്ട്. സൈനിയുടെ വീട്ടിലും ആഘോഷം നടക്കുന്നു എന്നാണ് ഹരിയാനയിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. AICC ആസ്ഥാനത്ത് വലിയ ആഘോഷമില്ല. ഏതാണ്ട് 50 സീറ്റിനടുത്ത് BJPയുടെ ലീഡ് തുടരുകയാണ്. കോൺഗ്രസ് 30-35 എന്ന നിലയിൽ ഹരിയാനയിൽ തുടരുന്നു. ജമ്മു കാശ്മീരിലേക്ക് വന്നാൽ അവിടെ കംഫർട്ടബിളായി ഇന്ത്യ സഖ്യത്തിന് സർക്കാർ രൂപീകരിക്കാൻ കഴിയും. 53 ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം. BJP 25 തുടരുകയാണ്. PDP ഏതാണ്ട് 8 സീറ്റിലൊക്കെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 3 സീറ്റിലേക്ക് അവർ കുറഞ്ഞു. ആം ആദ്മി പാർട്ടിക്ക് അവിടെ സീറ്റില്ല. മറ്റുള്ളവർ 9 ലീഡ് ചെയ്യുന്നുണ്ട്. അവാമി ഇത്തിഹാദ് പാർട്ടിയൊക്കെ ആയിരിക്കാം ഈ 9 എന്ന് വേണമെങ്കിൽ പറയാം. എഞ്ചിനീയർ റഷീദിൻ്റെ ഒക്കെ പാർട്ടി ആയിരിക്കാം. പക്ഷേ ഏറ്റവും ക്രൂഷ്യലായത് ഹരിയാന ഇനി എങ്ങോട്ട് നീങ്ങുന്നു. BJP അവിടെ സർക്കാർ ഉണ്ടാക്കുമെന്ന് ഹരിയാനയിലെ BJP അധ്യക്ഷൻ പറയുന്നു. അതല്ല, അവിടെ ഫോട്ടോ ഫിനിഷിലേക്ക് തന്നെ വീണ്ടും വരുമോ എന്നറിയില്ല. ഭൂപീന്ദർ സിംഗ് ഹൂഡ പാർട്ടി ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് മടങ്ങി. ഈ പോൾ ഡേറ്റ അപ്ലോഡ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിമർശനവുമായി അവിടെ ജയറാം രമേശിൻ്റെ ട്വീറ്റ് വന്നിട്ടുണ്ട്. അത് എന്തെങ്കിലും ഗൗരവമുള്ള വിഷയമാണോ എന്നറിയില്ല. വോട്ടെണ്ണൽ അതിൻ്റെ പകുതി ഘട്ടം ഇതിനോടകം എന്തായാലും പിന്നിട്ടിട്ടുണ്ട്. ഇപ്പോൾ 12 മണിയിലേക്ക് അടുക്കുന്നു. 8 മണിക്ക് തുടങ്ങിയതാണ്. 4 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ വരുന്ന ഈ കണക്ക് വളരെ ക്രൂഷ്യൽ തന്നെയാണ്. ഏതാണ്ട് 10 സീറ്റിൻ്റെ വ്യത്യാസം BJPയും കോൺഗ്രസും തമ്മിൽ അവിടെയുണ്ട്. അതും ആകെ 90 സീറ്റുള്ള ഒരു ചെറിയ സംസ്ഥാനമാണ്. ആ ചെറിയ സംസ്ഥാനമാണെങ്കിലും അതിൻ്റെ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് കൊണ്ടാണ് ഹരിയാന ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുന്നത്. കർഷക സമരത്തിൻ്റെ എപ്പിസെൻ്റർ ആയിരുന്നു, ഗുസ്തിദാറുകളുടെ പ്രതിഷേധത്തിൻ്റെ കേന്ദ്രബിന്ദുവായിരുന്നു, ജാട്ട് പ്രക്ഷോഭത്തിൻ്റെ, ഗുജ്ജർ പ്രക്ഷോഭത്തിൻ്റെ ഒക്കെ കേന്ദ്രമായിരുന്നു. അവിടെ BJP ഭരണ തുടർച്ച 3ാമതും ഹാട്രിക് അടിച്ച് ഭരണത്തിലേക്ക് തിരികെ വരിക, ഭരണം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ വിജയം തന്നെയാണ്. അനുകൂല ഘടകങ്ങൾ അധികം ഉണ്ടായിട്ടും എന്തുകൊണ്ട് കോൺഗ്രസിന് അത് വോട്ടാക്കാൻ മാറ്റാൻ കഴിഞ്ഞില്ല എന്നത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ നേതൃത്വത്തിൻ്റെ മുന്നിലൊരു വലിയ ചോദ്യമായി അവശേഷിക്കും. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അവിടെയൊക്കെ BJPക്ക് ആത്മവിശ്വാസവും കോൺഗ്രസിന് കുറെ കൂടി ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുമായ റിസൾട്ട് ഹരിയാനയിൽ നിന്ന് വരുമോ എന്നിപ്പോഴും അറിയില്ല. ട്രെൻഡുകൾ മാറി മറിയുന്നുണ്ടായിരുന്നു. രാവിലെ ഏതാണ്ട് 70 സീറ്റുകൾ വരെ ലീഡെടുത്ത കോൺഗ്രസ് ഇപ്പോഴിതാ 35ലേക്ക് കൂപ്പുകുത്തുന്നു. 17-ൽ നിന്ന് BJP 49ലേക്ക് കൂപ്പുകുത്തുന്നത് BJPയുടെ ആഘോഷമാണ് പലയിടത്തും കാണുന്നത്. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസിൻ്റെ ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഹരിയാനയിൽ BJPയുടെ ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം. രണ്ടിടത്തും വിജയിക്കുന്ന മുന്നണി എന്ന നിലയിൽ രണ്ടിടത്തും അവരുടെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്.
ഹരിയാനയിൽ മാറി മറിയുന്ന റിസൾട്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് സമയം മുമ്പ് വരെ വന്നത്. പക്ഷേ ഇപ്പോഴേതാണ്ട് ഒരു സ്റ്റേബിളായ കണക്കിലേക്ക് എത്തുന്നു. ഇനി അവിടെ എന്ത് സംഭവിക്കും എന്നറിയില്ല. കേവല ഭൂരിപക്ഷം മറികടന്ന് BJP മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കൗണ്ടിങ്ങിന്റെ അവസാനം വരെ നിലനിർത്താൻ കഴിയുമോ എന്നറിയില്ല. അവിടെ സർക്കാർ രൂപീകരിക്കുമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ മോഹൻ ലാൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് ഇവിടെ കോൺഗ്രസ് ഇത് പതിയാണ് ഇതിന്റെ തെറ്റായ കണക്കുകൾ പുറത്തേക്ക് വിടുകയാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. അത് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാരിൻഗറിൽ മണ്ഡലത്തിൽ മൊത്തം 16 റൗണ്ട്, അതിൽ 9 റൗണ്ട് എണ്ണിക്കഴിഞ്ഞു. മറ്റൊരു മണ്ഡലത്തിൽ തൊട്ട് താഴെ അംബാല സിറ്റിയിൽ മൊത്തം 20 റൗണ്ട്, അതിൽ 9 റൗണ്ട് എണ്ണിക്കഴിഞ്ഞു. മറ്റൊരു മണ്ഡലത്തിൽ 19 റൗണ്ട്, അതിൽ 11 റൗണ്ട് എണ്ണിക്കഴിഞ്ഞു. അതിൽ തൊട്ട് താഴെയുള്ള രേണുബാല കോൺസ്റ്റിൽ മൊത്തം 19 റൗണ്ടിൽ 6 റൗണ്ട് എണ്ണിക്കഴിഞ്ഞു. ഇവിടെ അക്രം ഖാൻ നഗറിൽ ഇവിടെ 18 റൗണ്ടിൽ 5 റൗണ്ട് എണ്ണിക്കഴിഞ്ഞു. 14-ൽ 8, 15-ൽ 8 റൗണ്ട്. അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശരാശരി ഒരു 17 റൗണ്ട് ഉണ്ട്. ഈ പറഞ്ഞ 19 റൗണ്ട് വരെയുള്ള മണ്ഡലങ്ങൾ അവിടെയുണ്ട്. അതിൽ 19 റൗണ്ടിൽ എണ്ണിത്തീർന്ന 11 റൗണ്ട് എണ്ണിത്തീർന്നുണ്ട്. 19-ൽ എണ്ണിത്തീർന്ന 5 റൗണ്ട് മാത്രം എണ്ണിത്തീർന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന ഓരോ മണ്ഡലങ്ങളിൽ ഓരോന്നാണ് രീതി. ഒരു ശരാശരി നോക്കിക്കഴിഞ്ഞാൽ ഒരു 17-16 റൗണ്ട് ഉണ്ട് ഈ പറയുന്ന ഹരിയാനയിലെ മണ്ഡലങ്ങൾ. അത് ചിലത് വലിയ മണ്ഡലങ്ങൾ, ചിലത് ചെറിയ മണ്ഡലങ്ങൾ. 5 റൗണ്ട് മാത്രം മണ്ഡലങ്ങൾ ഇതിനോടകം വിജയം പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഒരുപക്ഷെ കോൺഗ്രസ് അത് സംശയിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്രത്തോളം ഈ സമയമായിട്ട് പതിയാവുന്നത് എന്നൊരു സംശയം ഉണ്ടാവാനുള്ള കാരണം 19 റൗണ്ടുള്ള ഹരിയാനയിലെ ചില മണ്ഡലങ്ങളിൽ ഇപ്പോഴും 5-6 റൗണ്ടിൽ കിടക്കുന്നു. ബാക്കി റൗണ്ടുകൾ ബഹുഭൂരിപക്ഷം റൗണ്ട് എണ്ണാനുണ്ട് എന്നുള്ളത് കൊണ്ടാവണം ഒരുപക്ഷെ കോൺഗ്രസിന്റെ ആരോപണം. അത് രാഷ്ട്രീയ ആരോപണമാണോ, ആരോപണത്തിൽ കഥയുണ്ടോ എന്നറിയില്ല. എന്തായാലും നമുക്ക് മുന്നിലുള്ള വസ്തുത ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ പറയുന്ന കണക്ക് പ്രകാരം ഹരിയാനയിൽ 90 സീറ്റുകളിൽ BJP ഇപ്പോഴും 49 സീറ്റുകൾ ലീഡ് ചെയ്ത് നിൽക്കുന്നു. കോൺഗ്രസ് ആവട്ടെ 35 സീറ്റുകൾ, JJP ആവട്ടെ സീറ്റുകൾ അവർക്കില്ല. INLD ആവട്ടെ അവർക്ക് 1 സീറ്റുണ്ട്, മറ്റുള്ളവർക്ക് 5 സീറ്റ്. എന്താണെങ്കിലും BJP എക്സിറ്റ് പോളുകൾ പറയുന്നത് പോലെ അങ്ങ് അടപടലം അട്ടിമറിഞ്ഞ് വീഴുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. ഈ പറയുന്ന പ്രതികൂല ഘടകങ്ങൾ ഒരുപാട് പ്രതികൂല ഫാക്ടേഴ്സ് ഉണ്ടായിട്ട് BJP അവിടെ പിടിച്ചു നിൽക്കുന്നത് മാത്രമല്ല, അവർ തുടർച്ചയായ മൂന്നാം ഘട്ടത്തിലേക്ക് വരുന്നു. അവിടെ മനോഹർലാൽ ഖട്ടറിനെ മാറ്റി സാഹിബ് സിംഗ് സൈനിയെ അവിടെ മുഖ്യമന്ത്രിയാക്കുന്നുണ്ടായിരുന്നു. അതടക്കം തന്ത്രങ്ങൾ വിജയം കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഭരണവിരുദ്ധ വികാരം ഒരുപക്ഷെ ഖട്ടറിനെ മാറ്റിയതിലൂടെ കാര്യമായി വെട്ടിക്കുറയ്ക്കാൻ BJPക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അങ്ങനെ ഭരണവിരുദ്ധ വോട്ടുകൾ എവിടെയും ഉണ്ടാകുന്നില്ല. ജാട്ട് മേഖലയിലൊന്നും BJP ഇതിനോടകം എണ്ണിക്കഴിഞ്ഞ ജാട്ട് മേഖലകളിൽ കാര്യമായ ക്ഷീണം BJPക്ക് കുറി ഉണ്ടാവുന്നില്ല. ഏതെങ്കിലും ഇപ്പോൾ ഈ കർഷക പ്രതിഷേധം നടന്ന മേഖലകളിലോ സാധാരണഗതിയിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാകുന്ന ഗ്രാമീണ മേഖലകളിലോ അവർക്ക് കാര്യമായ പ്രശ്നം ഉണ്ടാകുന്നില്ല. അതേസമയം തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ദേശീയവാദ കീഴ്വശമുള്ള കർണാൽ, ഗുഡ്ഗാവ് പോലെയുള്ള മേഖലകളിലൊക്കെ കാര്യമായ നേട്ടമുണ്ടാക്കാൻ അവിടെ BJPക്ക് കഴിയുന്നു. വിനേഷ് ഫോഗട്ട് ജലാനയിൽ 2147 റൗണ്ട് മുന്നിലാണ്. അവിടെ ജലാനയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. വിനേഷ് ഫോഗട്ട് പലയാവർത്തി പിന്നിലേക്ക് പോയി, അതിനുശേഷം മുന്നിലേക്ക് വന്നു. ഇപ്പോൾ ബാക്കിലേക്ക് പോയി വിനേഷ് ഫോഗട്ട് 48 വോട്ടുകൾ നേടിക്കൊണ്ടാണ് ആദ്യമായി ലീഡ് ഉയർത്തിയത്. ഇപ്പോൾ ആ ലീഡ് കുറച്ചുകൂടി കംഫർട്ടബിൾ ലീഡിലേക്ക് പോകുന്നു. 15-ൽ 8 റൗണ്ടുകൾ, അവിടെ ആ മേഖലയിൽ 15 റൗണ്ടാണ്. 8 റൗണ്ടുകൾ പൂർത്തിയായപ്പോഴേക്കും 2147 വോട്ടുകൾക്ക് മുന്നിൽ. അപ്പോൾ അവിടെ തന്നെ ഇനിയും 7 റൗണ്ടുകൾ ബാക്കിയാണ്. അങ്ങനെ റൗണ്ടുകൾ ഒരുപാട് എണ്ണാൻ ബാക്കിയുണ്ട്. 19 റൗണ്ടുകളൊക്കെയുള്ള മണ്ഡലത്തിൽ 5-6 റൗണ്ട് മാത്രം പൂർത്തിയായ കണക്കൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ബഹുഭൂരിപക്ഷ മണ്ഡലങ്ങളിലും 19, 17, 16, 15 എന്നിങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 15 റൗണ്ടെങ്കിലും എണ്ണാൻ ബാക്കിയുണ്ട്. റൗണ്ടുകൾ മൊത്തമുണ്ട്. അതിൽ 6-5 മാത്രം പൂർത്തിയായി. അപ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്തായാലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.